കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാച്ച് പൊങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ അതായിരുന്നു, ഡെഡ് ബോൾ ആയിരിക്കുമോ. സൽമാൻ ഹെൽമെറ്റിൽ നിന്നും ഭാഗ്യമെന്ന് പറയട്ടെ, ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കയ്യിൽ തന്നെയാണ് പന്ത് വന്നിരിക്കുന്നത്. നോക്കുക ആഹ്ലാദം. നമ്മൾ ഒരാളെ ഓടി തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബാക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടികൾ ഉണ്ടാവല്ലോ, അതെന്തൊക്കെയാണ്? അത് ഞാൻ പറയില്ല, അത് ഞാൻ പഠിച്ചത് വിരാട് കോഹ്ലിയുടെ തന്നെയാണ്. സിംഗപ്പൂർ എയർപോർട്ടിൽ നോക്കിയപ്പോഴത്തേ അവിടെ ലാലേട്ടൻ. അന്നൊക്കെ ഞാൻ മമ്മൂക്ക ഫാനാണ്. നമ്മള് അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്കും ലാലേട്ടനെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ആ സൗണ്ട് ഒക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെ പോയിട്ട് വരുവാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടർബുലൻസ് സിംഗപ്പൂർ ടു കൊച്ചി. അപ്പൊ ലാലേട്ടനും ആ ഫ്ലൈറ്റിലുണ്ട്. അപ്പം ഒരു മോഹൻലാൽ ഫാൻ പറയാണ്, മരിക്കുവാണെങ്കിൽ മരിക്കട്ടാ, ലാലേട്ടനോട് പക്ഷെ നല്ല പേരായില്ല എന്നുള്ളൊരു ആ ഒരു കാര്യങ്ങളൊക്കെ. ഒരു ദിവസം BCCI പ്രസിഡന്റ് ആവാനുള്ള പവർ കിട്ടിയാൽ ക്രിക്കറ്റിൽ ഭയങ്കര ഈസിയാണ്. നീ കാരനാണ് കളി തോറ്റത്, നീ കാരനാണ് കളി തോറ്റത്, അങ്ങനെ നീ അത് എറിഞ്ഞില്ല. കാരണം എല്ലാത്തിനും റെസ്പോൺസിബിളും ക്യാപ്റ്റനാണ്. സഞ്ജു കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഒരു കൂളായിട്ട് പ്ലേയേഴ്സിനെ നോക്കുക എന്നുള്ളൊരു ഇതാണ് സഞ്ജുവിൻ്റെ. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് സൗത്തിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ ടീമിലേക്ക് കയറാൻ ഭയങ്കര പാടാണ്. അത് ആസ് എ കേരള ക്രിക്കറ്റ് ക്യാപ്റ്റൻ ശരിയാണോ, അത് മിത്താണോ, എന്താണ്? With RJ Rafi. കേരളത്തിന്റെ സച്ചിനാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. സച്ചിൻ ബേബി, സച്ചിൻ ദ ക്യാപ്റ്റൻ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു സോ മച്ച് സച്ചിൻ ബ്രോ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. കേരളത്തിന്റെ രഞ്ജി ട്രോഫിയുടെ 75 വർഷത്തെ കാത്തിരിപ്പാണ്, ഹിസ്റ്റോറിക് മൊമെന്റ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ്. താങ്ക് യു, ഗോഡ് ബ്ലെസ് ക്യാപ്റ്റനും ടീമിനും. 1983 ഇന്ത്യ കപ്പ് നേടിക്കഴിഞ്ഞപ്പം അതിനുശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന് വന്ന മാറ്റം പോലെ കേരള ക്രിക്കറ്റ് ഇനി മാറും, അങ്ങനെയാണോ? എന്തൊക്കെയാണ് മാറാൻ പോണേ? അതെ, അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരുടെ ഒരു ഡ്രീമായിരുന്നു നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടണം എന്നുള്ള കാര്യം. ബട്ട് ഞാൻ അതിൽ കാണുന്ന വെച്ചാൽ ഇതൊരു ബ്രോ പറഞ്ഞ പോലെ ഇതൊരു സ്റ്റാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം നമുക്ക് വൺസ് നമുക്ക് അവിടെ എത്താൻ സാധിക്കുകയാണെങ്കിൽ വീണ്ടും പലതവണ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫൈനലായിരുന്നു. അപ്പോൾ ദൈവം എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഒപ്പോണൻ്റ് വിദർഭയായിരുന്നു. ഇപ്പോൾ വിദർഭ കഴിഞ്ഞ കൊല്ലം അവർ ആ ഒരു ഫൈനലിൽ ഒരു ഏറ്റ പരാജയമുണ്ട്. അപ്പോൾ ആ ഒരു പരാജയത്തിൽ നിന്ന് പഠിച്ച് അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് ഈ വർഷം അവർ കപ്പ് നേടി. അപ്പോൾ അത് നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കളിച്ച് നമ്മൾ അടുത്ത വർഷവും ഇനി വരും വർഷങ്ങളിലും നമ്മൾ നന്നായിട്ട് കളിച്ച് നമ്മൾ നമ്മുടെ സ്വപ്നം നമ്മൾ കൈവരിക്കാൻ നോക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് മാറിയതുപോലെ കേരള ക്രിക്കറ്റിന് എങ്ങനെയൊക്കെ മാറുമായിരിക്കും നേട്ടത്തോടെ? അയ്യോ, കാരണം വലിയൊരു എക്സ്പോഷർ ആണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്ത്യൻ ആ ഒരു ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ തന്നെ അല്ലെങ്കിൽ എല്ലാ നല്ല ടീമുകളുടെ കൂടെ അവരൊക്കെ നമ്മൾ ഏറ്റുമുട്ടി നമ്മളവരെ പരാജയപ്പെടുത്തി. കാരണം നമ്മൾ നല്ലൊരു പേരുണ്ട് കേരളത്തിന്. കാരണം കുറേ ടാലൻറ്റഡ് പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ഇത് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ നല്ല ടീമിനെ, ഇപ്പം മുംബൈനെ വരെ നമ്മൾ കഴിഞ്ഞ 2 തവണ നമ്മൾ T20 നോക്കുവാണെങ്കിൽ നമ്മൾ അവരെ തോപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ വിത്ത് ഫുൾ സൈഡ്. ശ്രേയാസ് അയ്യർ കളിച്ചപ്പം, അജിങ്ക്യ രഹാനെ കളിച്ചപ്പം, ഷർദുൽ താക്കൂർ, ശിവം ദുബെ അവരൊക്കെ കളിച്ചപ്പോൾ നമ്മൾ അവരെ തോപ്പിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവ്. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ പറ്റുമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏത് ടീമിനെയും തോപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വൈറ്റ് ബോൾ ഉണ്ടായിരുന്നു. റെഡ് ബോൾ ക്രിക്കറ്റിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ തവണ ഒരു 5 വർഷം മുന്നെയാണ് നമ്മൾ സെമി ഫൈനലിൽ നമ്മൾ കളിച്ചത്. അതിനുശേഷം നമ്മൾ എല്ലാ വർഷവും നമ്മൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ 1 പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് എന്ന രീതിയിലാണ് നമുക്ക് ഒരു നോക്കൗട്ട് ബെർത്ത് നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് എല്ലാവരും നന്നായിട്ട് കളിക്കുകയും ചെയ്തു. അതോടൊപ്പം നല്ല ലക്ക് ഫാക്ടറും നമ്മുടെ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം 2019 നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് കേരളം സെമിയിൽ എത്തിയപ്പോഴും സച്ചിനാണ് ക്യാപ്റ്റൻ, സച്ചിൻ ബേബി. അപ്പോൾ ആസ് എ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ഒരു ഹിസ്റ്റോറിക് ക്യാപ്റ്റനായി മാറി കേരളത്തിൻ്റെ. ക്യാപ്റ്റൻ മൊമെന്റ് എന്താണ് സച്ചിൻ ബേബിയുടെ? അതൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് ചെറുപ്പം മുതൽ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എല്ലാ കേരളത്തിൻ്റെ അണ്ടർ 13 മുതൽ എല്ലാ കാറ്റഗറിയും ഞാൻ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പ്ലേയേഴ്സിനെ നമുക്ക് ഇൻ ആൻഡ് ഔട്ട് അറിയാം. അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഭയങ്കര ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് കാരണം വെച്ചാൽ നമ്മൾ ഇത് മാത്രം പോരാ, ആ ഒരു ഗൈഡൻസ് എപ്പോഴും വേണം എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ്. അപ്പം ഞാനിപ്പോൾ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും, കാരണം ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ഇൻറ്റ്യൂഷനാണ്. ഇപ്പം ഈ ഒരു സമയത്ത് ഒരു ബോളോട് അടിച്ചാൽ വിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആ ബോളിംഗ് ചേഞ്ച് ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് നമുക്കൊരു ഗൈഡൻസ് പോലെ നമുക്കൊരു ഇന്നർ വോയിസ് നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ക്യാപ്റ്റൻ ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ഡിവൈൻ ഗൈഡൻസ് പോലെ കിട്ടി. എന്നെ ആ ഒരു ശക്തി എന്താ പറയുക, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ കുറേ ബ്യൂട്ടീസ് നമുക്ക് കിട്ടുന്നത്. ഇന്നർ വോയിസ് വരും അല്ലേ? ഇന്നർ വോയിസ്. ഇപ്പം നമ്മൾ ഈ ജയിച്ച
ഈ സീരീസിലെ ഒരു ഇന്നർ വോയിസ് എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരുമോ? മറ്റേ സെമി ഫൈനലിലെ ബ്രോ മാച്ച് ആ ഒരു ഹെൽമെറ്റിൽ തട്ടിയ ഒരു അത് കണ്ടാൽ അറിയാൻ പറ്റും. അത് വേണമെങ്കിൽ തട്ടിയിട്ട് എവിടെ വേണമെങ്കിലും ഡൈവേർട്ട് ആയി പോവായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിലേക്ക് വന്നു. അതെ, നമ്മൾ ആ ഒരു കീപ്പറും ഞാനും ഉള്ള സിറ്റുവേഷൻ അവിടെ തന്നെ ബോൾ പൊങ്ങണം എങ്കിൽ, കാരണം ദർ ഈസ് ഒരു പവർ അവിടെ ഉണ്ട്. ക്യാപ്റ്റൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു ലാസ്റ്റ് മാച്ചിൽ, ലാസ്റ്റ് ഡേ? ഫൈനൽസ് എന്ന് പറഞ്ഞല്ലോ, നമുക്ക് 5 ദിവസം നമ്മൾ കളിയിലുണ്ടായിരുന്നു. ഫൈനൽസ് 2 നല്ല ടീമുകൾ വിട്ടുവിടുമ്പോഴത്തേക്കും കുറച്ച് മിസ്റ്റേക്സ് ഏത് ടീമാണോ കാണിക്കുന്നത് അവർക്കാണ് എപ്പോഴും ഒരു മുൻകൈ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ലൈക്ക് ഇതുപോലെ ഒരു ഇതാണ് എല്ലാത്തിൻ്റെയും അതിൻ്റെതായ ഒരു സമയമുള്ള പറഞ്ഞതുപോലെ നമുക്ക് പോയി ഹാർഡ് വർക്ക് തിരിച്ചു വന്നിട്ട് അടുത്ത വർഷം നമ്മളൊരു ഫൈനൽ കളിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് കുറച്ചുകൂടെ നല്ല ക്രിക്കറ്റ് കളിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ടേം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് മിസ്റ്റേക്സ് ചെയ്യുന്ന ടീമാണ് ജയിക്കുന്നത്. വിദർഭ നമ്മളെക്കാട്ടിലും കുറച്ച് മിസ്റ്റേക്സ് ചെയ്തു. യെസ്, നമ്മൾ കുറച്ച് കൂടുതൽ മിസ്റ്റേക്സ് ചെയ്തു. ക്യാപ്റ്റന്റെ മോട്ടിവേഷണൽ സ്പീച്ച് എന്തായിരുന്നു ടീമിനോട്? എന്തൊക്കെയാ പറഞ്ഞ ആസ് എ ക്യാപ്റ്റൻ? അല്ല, നമ്മളെപ്പോഴും നമ്മൾ പറയും, നമുക്ക് ആ ഒരു വിഷ്വലൈസേഷൻ്റെ ഒരു കാര്യം പറയും. ലൈക്ക് ഞാൻ സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീമിൻ്റെ അത് ഫൈനൽ കഴിയുമ്പോൾ തമാശ രീതിയിൽ ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് നമ്മുടെ ഒരു കൂളാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സെമി ഫൈനലിന് ശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഇതുപോലെ ഒന്ന് കൂടുമ്പം, അതായത് ഫൈനൽ കഴിഞ്ഞ് നമ്മൾ കൂടുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇതിൽ നമ്മൾ സെൻറ്ററിലൊരു കപ്പുണ്ടാവും എന്നുള്ളൊരു പറഞ്ഞു. പക്ഷേ കപ്പുണ്ടായിരുന്നു, പക്ഷേ ഫസ്റ്റ് പ്രൈസ് ആയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തമാശ രീതിയിൽ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് തിരിച്ചു വരും എന്നുള്ള രീതി തന്നെയാണ്. അപ്പോൾ മാച്ചിന് മുന്നേ ആണെങ്കിലും നമ്മൾ നല്ലൊരു എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ടീമിന് നമ്മുടെ ഇപ്പോൾ ഒരു IPL ടീമിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു 3-4 പേര് നമ്മൾ IPL കളിക്കുന്നുള്ളൂ. ബാക്കി അതിൽ IPL കളിക്കാൻ അർഹരായ കുറേ പ്ലേയേഴ്സ് ആ ഒരു ഡ്രസ്സിംഗ് റൂമിലുണ്ട്. അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ബിഗ്ഗർ സ്റ്റേജിൽ പെർഫോം ചെയ്ത് നമ്മളൊരു കപ്പടിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് മുംബൈ എന്ന ഒരു ടീമിൽ നിന്നും കുറേ പ്ലേയേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലും IPL ഉണ്ടെങ്കിൽ, കാരണം അവർ മാച്ച് വിന്നേഴ്സായി അവരുടെ ടീമിനെ പലതവണ മാച്ചസ് വിൻ ചെയ്തുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു പ്ലേയേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ടീമിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊരു വലിയൊരു ഐ ഓപ്പണിംഗ് തന്നെയായിരുന്നു എല്ലാവർക്കും. കാരണം നമുക്കറിയാം, നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാവരുടെയും സ്വപ്നമാണ് IPL കളിക്കുക അല്ലെങ്കിൽ ഇന്ത്യ കളിക്കുക എന്നുള്ള സ്വപ്നം. അപ്പോൾ അത് നമ്മൾ ഒട്ടും വിദൂരമല്ല. നമ്മളെന്തായാലും ഇനിയിപ്പം വരും വർഷങ്ങളിൽ, കാരണം ഈ ഒരു പ്രാവശ്യം നമ്മൾ എല്ലാ പ്ലേയേഴ്സിനും അത്രയും ഒരു എക്സ്പോഷറാണ് നമുക്ക് ഈ ഡൊമസ്റ്റിക്കിൽ ഈ ഒരു 3 മാച്ചിൽ കിട്ടിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സ്വീറ്റ്നെസ് വരാൻ പോകുന്നതും അടുത്ത സീസണിലായിരിക്കും. അപ്പോൾ ഇന്ത്യൻ കുപ്പായ അണിയാൻ പോകുന്ന സ്റ്റാർസ് കേരള രഞ്ജി ടീമിൽ, ഈ കേരള രഞ്ജി ടീമിലുണ്ട്. യെസ്, 100%. എല്ലാവരും അതിനുള്ള കേബിളായിട്ടുള്ള പ്ലേയേഴ്സാണ്. ഇറ്റ്സ് ഒരു മാറ്റർ ഓഫ് ആ ഒരു ടൈമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അവരുടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ തലയിൽ ആ ഒരു വര ഉണ്ടെങ്കിൽ ആർക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ കം ടു യു. അതുകൊണ്ട് എൻ്റെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാനിപ്പം 36 ഇയേഴ്സ് യങ്ങാണ്. ഞാൻ ഒരു ഇതായിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഞാനത് പണ്ടൊക്കെ എനിക്ക് വയസ്സ് വയ്ക്കുമ്പോൾ എനിക്കൊരു പറയാനൊരു മടിയായിരുന്നു. കാരണം ഇതിൻ്റെ റിപ്ലൈ ആണ്, കാരണം യു ഡോണ്ട് ലുക്ക് അത്രയും തോന്നില്ലല്ലോ എന്നുള്ളത് നമ്മളൊരാക്കുന്ന രീതിയിലൊരു ഇത്. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ 35 ആകുമ്പോൾ ഞാൻ പറയും ഓക്കെ ഞാൻ 34 ആണ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാമായിരുന്നു. പക്ഷേ ഞാൻ നമ്മുടെ റോഹൻ ബൊപ്പണ്ണ എന്ന് പറഞ്ഞ നമ്മുടെ ലെജൻഡിനെ മീറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ലെജൻഡിൻ്റെ പുള്ളി പറയുന്ന ഒരു പ്രൗഡായിട്ടാണ് ഐ എം 43 ഇയേഴ്സ് എന്നല്ല പറഞ്ഞത്, ഐ എം അറ്റ് ലെവൽ 43 എന്നുള്ളൊരു കാര്യമാണ് പുള്ളി പറയുന്നത്. അപ്പം ഞാൻ അതിനുശേഷം ഞാൻ ഭയങ്കര മോട്ടിവേഷനായി ആ ഒരു സംഭവം. അപ്പം ഞാനിപ്പോൾ പറയുന്ന വെച്ചാൽ ഐ എം ലെവൽ 36, നിങ്ങളെല്ലാവരും കുറച്ച് താഴെയാണ്, നിങ്ങൾ ആ ഒരു ലെവലായിട്ടില്ല എന്നുള്ള രീതിയിൽ. കാരണം ഇപ്പം ഐ ആം ഷുവർ, കാരണം വിത്ത് മൈ ഫിറ്റ്നസ്, വിത്ത് മൈ എല്ലാ കാര്യത്തിലും ഈവൻ ഐ ക്യാൻ ബീറ്റ് ഉള്ള ഒരു യങ് പ്ലെയറെ എനിക്ക് ഓടി തോൽപ്പിക്കാം. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു, ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് നമ്മളൊരു 30 കഴിഞ്ഞ എല്ലാ ആൾക്കാരും അവർ പറഞ്ഞ വെറ്ററൻ ബാറ്റ്സ്മാൻ, വെറ്ററൻ ബോളർ എന്നുള്ള ഒരു വിശേഷണമാണ് എപ്പോഴും തളർത്തുന്നത് വെച്ചാൽ. യെസ്, എന്തിനാണ് ഒരു വേർഡ് എന്നാണ്. ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു മെസ്സിനെ പോയിട്ട് ഒരു വെറ്ററൻ മെസ്സി എന്ന് ഒരിക്കലും പറയൂല. റൊണാൾഡോനെ പോയിട്ട് നമ്മളൊരിക്കലും പറയുന്നില്ല, പറയും കണ്ടോ ഈ വയസ്സിലും പുള്ളിയുടെ ആ ഒരു ഇത് കണ്ടില്ലേ, ആ ഒരു ഇത് കണ്ടില്ലേ, ബോഡി കണ്ടില്ലേ, അങ്ങനെ പറയത്തുള്ളൂ, ഒരു മോട്ടിവേഷനായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ മാത്രം നമുക്കൊരു ആ ഒരു പ്രായമായിരുന്നുള്ള ഒരു സംഭവമാണ്. ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പം ഞാനിപ്പം സൺറൈസേഴ്സ് ടീമിലെ ഏറ്റവും മൂത്തത് ഞാനാണ്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ IPL ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആരാണ്? അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു, എത്ര 18 വയസ്സോ എന്തോ ഉള്ളൂ. ഞാൻ പറഞ്ഞു പുള്ളിയോട് എന്നോട് ഒപ്പിക്കാൻ പറ, ഓടി തോപ്പിക്കാൻ പറ, സമ്മതിക്കാം, ശരി, എന്നിട്ട് യു കോൾ മീ വാട്ട് എവർ യു വാണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ 100%. ഈ കോൺഫിഡൻസ് എവിടുന്നാ? ഹാർഡ് വർക്ക് എന്താ ചെയ്യുക?
നമ്മൾ ഒരാളെ ഓടി തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബാക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടികൾ ഉണ്ടാവല്ലോ, യെസ്, അതെന്തൊക്കെയാണ്? അത് ഞാൻ പറയില്ല, അത് ഞാൻ പഠിച്ചത് വിരാട് കോഹ്ലിയുടെ നിന്ന് തന്നെയാണ്. ഞാൻ RCB കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുകയുണ്ട്. അപ്പോൾ 2016 ശേഷമാണ് ഈ സച്ചിൻ ബേബി എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റർ ശരിക്കും ഒരു അപ്ഗ്രേഡ് വേർഷൻ ആയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ആ ഒരു വർക്ക് എത്തിക്സ് ആണ് ഇവൻ ഏതൊരു ഫീൽഡിലായിക്കോട്ടെ അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ. അപ്പോൾ അതിന് ഇപ്പം ഞാൻ എൻ്റെ കേരള ടീമിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നതാണ്, യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി, നിങ്ങൾ രാവിലെ 5 മണിക്ക് എണീക്കണം, യു ഷുഡ് ഡു യുവർ മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, ബ്രീത്തിങ് എക്സസൈസ്. പിന്നെ നിങ്ങളിപ്പം നമുക്ക് ജിമ്മിൻ്റെ ഒരു ശരീരമല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ഡൈവ് ചെയ്താൽ നമ്മൾ ഒന്നും പറ്റാതെ എണിച്ചു വരണമെങ്കിൽ യു ഷുഡ് ബി ഫ്ലെക്സിബിൾ ബോഡി ആയിരിക്കണം. അപ്പം അതിന് നമുക്ക് എല്ലാ ദിവസവും ജിമ്മ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിപ്പോൾ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു ദിവസം ഇറ്റ്സ് കംപ്ലീറ്റ് റെസ്റ്റ്, 6 ദിവസത്തിൽ 3 ദിവസം ജിമ്മ്, 3 ദിവസം നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിലുള്ള വർക്ക് നമ്മൾ ചെയ്യണം. അതായത് ഓട്ടം, ലൈക്ക് 30 മിനിറ്റ്സ് റണ്ണിങ്, സ്പ്രിൻറ്റ്, എൻഡ്യൂറൻസ്, അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ ഗ്രൗണ്ടിലാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അവിടെയാണ്. സോ ഞാൻ ബിലീവ് ചെയ്യുന്നത് യു ഷുഡ് വർക്ക് ഓൺ ദ ഗ്രൗണ്ട് മോർ ദാൻ ജിം, യു ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. സച്ചിൻ ബേബി ഏത് ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ നമ്മുടെ ഇപ്പം തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിലാണ് ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ കുറേ ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. അപ്പം ഇടുക്കിയിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്യാമ്പിന് വരുന്നത് നമ്മുടെ ഈ TCC ഗ്രൗണ്ടിലാണ്. എനിക്കൊരു 12 വയസ്സുള്ളപ്പോഴത്തും. അപ്പോൾ അതെനിക്ക് ആ ഗ്രൗണ്ട് എപ്പോഴും ഒരു ഇതാണ്. അപ്പോൾ ഒരു എന്തോ പറഞ്ഞ പോലെ ഞാനിപ്പോൾ തൃപ്പൂണിത്തുറ തന്നെ ഞാനും അവിടെ താമസിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട് അതാണ്. പിന്നെ രാജഗിരി ഗ്രൗണ്ടും ഞാൻ എപ്പോഴും അവിടെ ഓടാനും അവിടെ മാച്ച് കളിക്കാനൊക്കെ പോകാം. രാവിലെ 5 മണിക്ക് 4 മണിക്ക് ചെന്ന ഗ്രൗണ്ടിൽ സച്ചിൻ ബേബിനെ കാണാൻ പറ്റും. യെസ്, ഞാൻ കാരണം കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് തിരിച്ചു വരാൻ ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഞാനിപ്പം ലാസ്റ്റ് ഞാൻ IPL കളിച്ചത് 2021 RCBയിൽ. അതിനുശേഷം ആഫ്റ്റർ 3 ഇയേഴ്സാണ് ഞാൻ വീണ്ടും വരുന്നത്. അപ്പം കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞൊരു ലീഗ് ബ്രോയ്ക്ക് അറിയായിരിക്കും. അപ്പം അതിലെനിക്ക് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അതും കപ്പടിച്ചു. അപ്പം അതിൻ്റെ ഇതിലൂടെയാണ് ഞാനിപ്പോൾ എനിക്കൊരു IPL ഒരു ഡോർ എനിക്ക് ഓപ്പൺ ചെയ്ത് കിട്ടിയത്. അപ്പം അതെന്ന് വെച്ചാൽ ലൈവ് മാച്ചാണ്, സ്റ്റാർ സ്പോർട്സ് ലൈവാണ്, ലോകം ഫുള്ള് കാണുന്ന ഒരു ടൂർണമെൻറ്റായി, എല്ലാവരും കണ്ടു. അപ്പോൾ എനിക്കറിയാം എനിക്കൊരു ഡോർ ഓപ്പണിംഗ് ആണെന്നുള്ള കാര്യം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇപ്പം നമ്മൾ കഴിഞ്ഞ IPL കഴിഞ്ഞ ഉടനെ തന്നെ വെച്ചാൽ മാർച്ച് അവസാനം തൊട്ട് തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റിലായിരുന്നു ടൂർണമെൻറ്റ്. ആ 2 മാസം ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ച് 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 5 മണി ഒരു 4:45 തൊട്ട് ഒരു 7:30 വരെ ഞാൻ പ്രാക്ടീസ് അവിടെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അപ്ഗ്രേഡഡ് വേർഷൻ ആയപ്പോഴാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അപ്ഗ്രേഡഡ് ആയപ്പോഴാണ് ഈ മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, വർക്കൗട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇതിനൊക്കെ കാരണം വിരാട് കോഹ്ലി എന്നാണ് സച്ചിൻ ബേബി പറയുന്നത്. അതെ തീർച്ചയായും. കാരണം നമ്മൾ ഒരു എക്സാമ്പിൾ പോലെ ലീഡ് ചെയ്ത് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് നമുക്കും ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ 2021 ലാസ്റ്റ് ഞാൻ RCB കളിച്ചത്. അപ്പം അന്ന് ലാസ്റ്റ് നമ്മൾ RCB ദുബായ് വെച്ചായിരുന്നു നമുക്ക് ആ ടൂർണമെൻറ്റ്. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് വന്നപ്പം വിരാട്ടിനെയാണ് ലാസ്റ്റ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരു മാച്ചിൽ മാത്രം അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അന്ന് വിരാട് വന്നപ്പം പറഞ്ഞതാണ് കീപ് വർക്കിംഗ് എന്നാണ്, ഒറ്റൊരു വേർഡാണ് പറഞ്ഞത്, കീപ് വർക്കിംഗ് എന്നുള്ള കാര്യം. അപ്പം അതിൽ നോക്കുവാണെങ്കിൽ കുറേ മീനിങ് ഉണ്ട്. കീപ് വർക്കിംഗ് എന്ന് പറഞ്ഞ ഒറ്റ 2 വേർഡ്സിൽ. അപ്പോൾ അതിൽ ഞാൻ ഉൾക്കൊണ്ട് ഇപ്പം എനിക്ക് അതിന് ശേഷമുള്ള നെക്സ്റ്റ് സീസണിൽ ഞാൻ രഞ്ജി ട്രോഫിയിൽ ഹയസ്റ്റ് റൺ വെച്ചാൽ സെക്കൻഡ് ഹയസ്റ്റ് റൺ ഗെറ്ററായി ഇന്ത്യയിൽ 830 റൺസ് ഞാൻ അടിച്ചു. അപ്പം അതൊക്കെ ഒരു വാക്കിൽ കിട്ടിയ ഇൻസ്പിറേഷനാണ്. നമുക്ക് വീണ്ടും അവരോട് കളിക്കണം എന്നുള്ള ഒരു ഇതാണ്. നമുക്ക് വെൻ യു പ്ലേ വിത്ത് ദം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ചുമ്മാ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓൾ 3 ഫോർമാറ്റ്സിലും കേരള ക്രിക്കറ്റിൽ ഹയസ്റ്റ് റൺ ഗെറ്ററാണ് സച്ചിൻ ബേബി. അപ്പോൾ ഈ കൺസിസ്റ്റൻസിക്കും ഈ പെർഫോമൻസിനും കാരണം ഈ അപ്ഗ്രേഡഡ് സച്ചിൻ ബേബി ആയപ്പോഴാണോ? യെസ്, ആയതുകൊണ്ടാണോ? 100%. കാരണം നമുക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് വൺസ് അതിൽ റോഹൻ ബൊപ്പണ്ണ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ 30 ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. അതുവരെ നമുക്ക് ആ ഒരു നാച്ചുറൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. വൺസ് യു ക്രോസ് 30 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോൺ സ്ട്രെങ്ത് ആയിക്കോട്ടെ, ഈവൻ മസിൽ സ്ട്രെങ്ത് ആയിക്കോട്ടെ, എല്ലാം നമുക്കൊരു ചലഞ്ചിങ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക്
ഇതിനൊക്കെ ചെയ്യണമെങ്കിൽ ലോട്ട് ഓഫ് സാക്രിഫൈസ് നമ്മൾ ചെയ്യണം. നമ്മുടെ സ്ലീപ്പിലായിക്കോട്ടെ, ഈവൻ നമ്മുടെ കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഷുഗർ എന്തോരം ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. ഷുഗർ കട്ട്, യെസ്, ഞാൻ ഒരു സമയത്ത് വരെ ഭയങ്കര ഷുഗർഡായിരുന്നു. ബട്ട് നമുക്ക് ആ ഒരു കേരളത്തിൽ വന്നാൽ ഭയങ്കര ഒരു ഇതാണ്, നമുക്ക് ആ ഒരു ക്രേവിങ് വരും. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു കൺട്രോൾ ചെയ്ത് നമ്മൾ നിൽക്കണം. അപ്പോൾ എന്നാലും ഞാൻ കഴിക്കും. ഞാൻ കുറച്ച്, ഇപ്പം പണ്ട് ഞാനൊരു 2 കഴിക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു 3/4 ഭാഗം കഴിക്കുന്ന രീതിയിൽ അത്രയായി. പക്ഷേ ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി ഞാൻ അവോയ്ഡ് ചെയ്തു. വല്ല സ്വീറ്റ്സ് ഒക്കെയാണെങ്കിൽ വല്ലപ്പോഴും കഴിക്കും. അപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ. റൈസിംഗ് സ്റ്റാർസ് ആരൊക്കെയാണ് ക്യാപ്റ്റൻ്റെ അഭിപ്രായത്തിൽ കേരള വിന്നിംഗ് രഞ്ജി ടീമിലെ? കേരളത്തിലുള്ളൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഒരു ഇതില്ല നമുക്ക്. ഇപ്പോൾ ആകെയുള്ളത്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ ആണ്. അപ്പം അവിടെ മാത്രമാണ് ഇപ്പം കേരളത്തിലെ പ്ലേയേഴ്സിന് ഒരു എംപ്ലോയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പം വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എംപ്ലോയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് കളി നിർത്തി. ഇപ്പോൾ നമ്മൾ ദുബായ് പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു കേരള ടീം എടുക്കാവുന്ന ഒരു 15 പ്ലേയേഴ്സെങ്കിലും അവിടെ മിനിമം ഉണ്ടാവും. അപ്പോൾ അവരവിടെ ഒരു ജോബും അവരുടെ അവിടുത്തെ ലോക്കൽ ക്രിക്കറ്റ് കളിച്ച് അവർക്ക് ഏൺ ചെയ്യുന്ന രീതിയിലുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ ഓഫറൊക്കെ വരും അല്ലേ? പിന്നെ ഓഫർ, കാരണം അവർക്കൊരു വൺസ് നമുക്ക് കേരളത്തിലൊരു കാറ്റഗറി എന്ന് വെച്ചാൽ Under 23 വരെയാണ് നമുക്കൊരു ഏജ് കാറ്റഗറി ഇതുള്ളൂ. അതിനുശേഷം അവർക്ക് സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കേരള ക്രിക്കറ്റ് ലീഗ് വന്നതോടെ ആ ഒരു വലിയ ഇത് പറ്റി. കാരണം ഇപ്പോൾ ഒരു പ്ലെയർ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിന് മിനിമം ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർക്കൊരു മന്ത്ലി ഒരു 10,000 12,000 കിട്ടുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ഒരു ലീഗ് വന്നുകൊണ്ട് നമുക്ക് കുറേ പ്ലേയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റീസുമാണ്. കുറേ പ്ലേയേഴ്സ് ഇതും ഒരു മോട്ടിവേഷനാണ്. എനിക്ക് കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കണം എന്നുള്ളൊരു ഇതിൽ അവർക്ക് അതിൽ വന്ന് ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ചെറിയ പിള്ളേരായിക്കോട്ടെ അവർക്കൊക്കെ ഇതൊരു മോട്ടിവേഷനായി അവരും അതിന് ഹാർഡ് വർക്ക് ചെയ്ത് അവർ മുന്നോട്ട് വരും. ഇപ്പോൾ നമ്മുടെ ടീമിലുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഏഡൻ ആപ്പിൾ ടോം എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് ബോളർ ഉണ്ട്. ഹി ഈസ് വെരി ടാലൻറ്റഡ്. ഈവൻ നമ്മുടെ ഫൈനൽ മാച്ചിൽ നോക്കുവാണെങ്കിൽ ഒരു 140 കൺസ്റ്റൻ്റ് ആയിട്ട് എറിഞ്ഞൊരു ബോളറാണ് ഏഡൻ ആപ്പിൾ. എനിക്കൊന്ന് 20 വയസ്സാകുമ്പോൾ പോകുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഹീ ഈസ് എ ബിഗ് അസെറ്റ്. കാരണം എനിക്കൊന്നു ദ വേ ഹീ വർക്ക്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഹി വിൽ പ്ലേ നല്ല ലെവലിൽ അവൻ കളിക്കും. പിന്നെ നമുക്ക് കാണും. പിന്നെ വരുൺ നായനാർ, ഹീ ഈസ് എ വെരി ഗുഡ് ടാലൻറ്റഡ്. എനിക്കൊരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആവാൻ പറ്റുന്ന ഒരു പ്രോസ്പെക്റ്റ് ആണ്. ഹീസ് ഓൾസോ അവനിപ്പം ഈ ഒരു Under 23 ഒരു ഹയസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ ഒരു ടോപ്പ് 5 റൺ ഗെറ്റേഴ്സിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇമ്രാൻ എന്ന് പറഞ്ഞൊരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻ, അവരും നല്ല ഒരു ടാലൻറ്റഡ് Under 19 19 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പം ഇവർ ഈ 3 പേര്. അതിനുശേഷം വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ലൈക്ക് അഭിഷേക് ജയ് നായർ എന്ന് പറഞ്ഞ നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിൽ സെമി ഫൈനലിൽ ഒരു 100 അടിക്കുന്ന ഒരു പ്ലെയറാണ്. അവനും ഒരു KL രാഹുൽ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ പോലുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു പൂൾ ഓഫ് യങ്സ്റ്റേഴ്സ് കുറേ ഉണ്ട് കേരളത്തിൽ. Under 13 തൊട്ട് ബ്രോ ക്യാപ്റ്റനാണ് സച്ചിൻ ബേബി. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം? ക്യാപ്റ്റൻ ഷുഡ് ബി ഹോണസ്റ്റ്. ഒരു എന്താ പറയുക, ഒരു പ്ലെയറുടെ അടുത്ത് സോഫ്റ്റ് കോർണർ അങ്ങനത്തെ ഒരു സംഭവം വരാൻ പാടില്ല. ഷുഡ് ബി സ്ട്രേറ്റ് ഫോർവേഡ്. ക്യാപ്റ്റൻ ഷുഡ് ബി റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇഫ് യു ആർ വിന്നിങ് ആൻഡ് ഇഫ് യു ആർ ലൂസിങ്, ബോത്തിലും നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. ആൻഡ് കാരണം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ വെൻ യു വിൻ എ ഗെയിം എല്ലാം ക്രെഡിറ്റും ആ ഒരു ക്യാപ്റ്റനാണ് പോകുന്നത്. അപ്പം ലൂസിങ് തോക്കുമ്പോഴത്തേക്കും നമ്മൾ പലരും പറയും നമുക്ക് ക്രിക്കറ്റിൽ ഭയങ്കര ഈസിയാണ്, നീ കാരണമാണ് കളി തോറ്റത്, അങ്ങനെ നീ അത് എറിഞ്ഞില്ല. കാരണം എല്ലാത്തിനും റെസ്പോൺസിബിളും ക്യാപ്റ്റനാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഒരു മാച്ച് കൺട്രോൾ ചെയ്യുന്നവരെ ക്യാപ്റ്റനാണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു മാച്ച് ഒരു ടീമിനെ കൊണ്ട് അവർ കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ദിവസം 90 ഓവറാണ്. അപ്പം 90x3 എന്ന് പറഞ്ഞാൽ 270 റൺസാണ് ഒരു ദിവസം അടിക്കുകയാണെങ്കിൽ അതൊരു മറ്റേ ടീമിനൊരു ഓക്കെ സ്കോറാണ്. 270 മുകളിൽ പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ബാഡ് ബോളിംഗ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ 274 ഒരു ദിവസം 6 വിക്കറ്റ് പോയെങ്കിൽ ദാറ്റ് മീൻസ് ദ ബോളിംഗ് ടീം നന്നായിട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സംഭവം ആ ഒരു ഡേയിൽ 204 ഒക്കെ ആണെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻ്റെ ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. ആ ക്യാപ്റ്റന് അവിടെ വിടാം. അപ്പോൾ ക്യാപ്റ്റൻ തീരുമാനിക്കുന്ന പോലെയാണ് അവരുടെ റൺസ് ഒഴുക്കും പോണത്. അപ്പോൾ ക്യാപ്റ്റന് പറയാം, മോനെ നിങ്ങൾ പിടിച്ചെറിയണം, ഇല്ലെങ്കിൽ നമ്മുടെ വഴുതി പോകും എന്നുള്ളൊരു കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഒരു ക്യാപ്റ്റന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓൺ ദ ഫീൽഡ്. ഓഫ് ദ ഫീൽഡിൽ ക്യാപ്റ്റൻ നമ്മൾ ഷുഡ് ബി എ ലീഡർ, ഈ ഷുഡ് ബി എ മെൻഡർ ടു എവറി പ്ലേയേഴ്സ് ഇൻ ദ ടീം. ഓക്കെ, കോഹ്ലി, സച്ചിൻ ബേബി, സഞ്ജു സാംസൺ 3 ക്യാപ്റ്റൻസിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 3 ഒരേ വൈബുള്ള ക്യാപ്റ്റൻസാണ്.
നിങ്ങൾക്ക് സിമിലാരിറ്റീസ് ഉണ്ടോ? വിരാട് കോഹ്ലിയും ഞാനും ഒരു സെയിം കാറ്റഗറി എന്ന് പറയാം. കാരണം നമ്മൾ വി ആർ ബോത്ത് വെരി അഗ്രസീവ് ക്യാപ്റ്റൻ. സഞ്ജു കുറച്ചും കൂടെ കൂളാണ്. സഞ്ജു കുറച്ചും കൂടെ ഒരു എക്സ്പ്രസീവ് അത്ര ഇതിലുണ്ടാവത്തില്ല. പക്ഷെ ഞാനൊക്കെ നമ്മളിപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ദേഷ്യം വന്നാലും ഇത് നമ്മുടെ തീയിൽ വെള്ളം വയ്ക്കുന്ന പോലത്തെ ഒരു ഇതിലുള്ളൂ, പെട്ടെന്ന് ഇതാവും. പക്ഷെ ഞാൻ ഒരിക്കലും, കാരണം ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്ന എൻ്റെ ബ്രദേഴ്സ് പോലെയാണ്. കാരണം ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിന് എനിക്ക് സുഖമായിട്ട് നമുക്ക് എന്ന് വെച്ചാൽ ആ ചീത്തയല്ല, നമ്മൾ എടാ എന്നുള്ള ആ ഒരു അങ്ങനത്തെ ഇത് വന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് പറയാം. പക്ഷെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പോയിട്ട് കഴിഞ്ഞാലും സാരല്ല പോട്ടെ അടുത്ത ഓവർ നീ തിരിച്ചു വാ എന്നുള്ള പറയാനുള്ള ഇതുണ്ട്. അപ്പം വിരാട്ടും ആ ഒരു സെയിം ഇതാണ്. ഇപ്പോൾ വിരാട്ട് നമ്മൾ ഓണിൽ കാണുന്ന ആ ഒരു ഓൺ ഫീൽഡിൽ കാണുന്ന ആ ഒരു അഗ്രസീവ്നെസ് ആ ഒരു അവിടെ മാത്രമേ ഉള്ളൂ. വൺസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ തമാശയും ഇതൊക്കെയാണ്. സഞ്ജു കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഒരു കൂളായിട്ട് പ്ലേയേഴ്സിനെ നോക്കുക എന്നുള്ളൊരു ഇതാണ് സഞ്ജുവിൻ്റെ. ഒരുപാട് കിഡിലൻ ക്യാച്ചസ് എടുത്ത് ഡൈവിംഗ് ക്യാച്ച് എടുക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പരിപാടികൾ ചെയ്യണമെന്ന് സച്ചിൻ നേരത്തെ പറഞ്ഞു. അതെ, ഈ സീസണിൽ കുറേ ഡൈവിംഗ് ക്യാച്ചസ് സ്ലിപ്പിൽ നിന്ന് എടുത്ത് അതിന് കുറേ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ പ്രാക്ടീസ് ടൈമിലാണെങ്കിലും അങ്ങനത്തെ കുറേ ക്യാച്ചസ് എടുത്ത് നമ്മൾ അതന്നെ നമ്മൾ റെഡിയാണ്. കാരണം ഞാൻ സ്ലിപ്പിൽ എനിക്ക് നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം. കാരണം അത് എവിടെ നിൽക്കാൻ ഇഷ്ടം? ഞാൻ കവേഴ്സും പോയിന്റും ആണ് എനിക്ക്. അവിടെയാണെങ്കിൽ എപ്പോഴും ബോൾ വരുന്നൊരു ഫീൽഡേഴ്സ് നിൽക്കുന്നത് അവിടെയാണല്ലോ. അതെ, എനിക്ക് അവിടെയാണ് എനിക്ക്. കാരണം എപ്പോഴും എൻ്റെ കയ്യിൽ ബോൾ വന്നുകൊണ്ടിരിക്കണം. കാരണം സ്ലിപ്സിൽ നിൽക്കുവാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു ഇപ്പോൾ 90 ഓവറുണ്ട്. അപ്പം അത്രയും 540 ബോൾസിൽ ചിലപ്പോൾ ഒരു 1-2 സാധനമാണ് ഒരു ദിവസം വരുന്നത്. അപ്പം അത്രയും ഫോക്കസും അത്രയും ഇതാണ് മാത്രമാണ് നമുക്ക് അവിടെ ക്യാച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. നോക്കി നിൽക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നിട്ട്, കാരണം ഞാൻ ക്യാപ്റ്റനും കൂടിയാണ്. അപ്പം കാരണം നമ്മുടെ ഒരു മെയിൻ സ്ലിപ്പ് ഫീൽഡർ ആയിരുന്നു ബാബ അപർജിത്ത്. അപ്പം നല്ലൊരു ഫീൽഡറാണ് സ്ലിപ്പിൽ. അപ്പം അവനും ഈ ഒരു മാച്ചിൽ ഇഞ്ചുറി ആയി. അപ്പോൾ അവിടെ നിൽക്കാൻ വേറെ ആരുമില്ല. അപ്പം ഞാൻ നേരത്തെ അവനുള്ളപ്പോൾ ഞാൻ നിൽക്കുന്നത് കവേഴ്സാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ക്യാപ്റ്റനെ നമുക്ക് ഫുൾ ആംഗിൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ആ ഒരു രീതിയിൽ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ബോളും നോക്കണം, ഫീൽഡ് മാറ്റണം, ബോളറിൻ്റെ ഇത് നോക്കണം, റൺസ് പോകണമെങ്കിൽ ആ ടെൻഷൻ, എല്ലാം ടെൻഷനോടെയാണ് ആ ഒരു പൊസിഷൻ. പക്ഷെ നമുക്ക് അവിടെ ഒരു വേറെ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നിൽക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ലിപ്പിൽ നിന്ന് അത്രയും. എനിക്കൊന്ന് ഇതുവരെ ഞാൻ സ്പിന്നേഴ്സിന് നിൽക്കും. സ്പിന്നേഴ്സിന് നമ്മൾ കുറച്ചും കൂടെ സമയം കിട്ടും. ഫാസ്റ്റ് ബോളറിന് എനിക്കൊന്നൊരു ഞാൻ മൊത്തം ഒരു 94 ക്യാച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ ഫുൾ രഞ്ജി ട്രോഫി ഇതിൽ. എനിക്കൊന്നൊരു ആദ്യമായിട്ടും എനിക്കൊന്നൊരു അതിലൊരു മാക്സിമം ഒരു 6-7 ക്യാച്ചാണ് ഞാൻ ഫാസ്റ്റ് ബോളേഴ്സിന് ഞാൻ എടുത്തിട്ടുള്ളൂ. അതും ഇപ്പം ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. എല്ലാം കിടിലൻ ക്യാച്ചസ് ആണ്. പറന്ന് എയറിൽ നിന്നൊരു ക്യാച്ച്. അതെ അതെ. ഇത് റോൾ ഏറ്റെടുത്താണ് ആസ് എ ക്യാപ്റ്റൻ. അതെ അല്ലേ? യെസ് ഓർ നോ എന്ന് പറയണം. ഞാൻ വിരാട് കോഹ്ലിയെ വേണമെങ്കിൽ ഓടി തോപ്പിക്കും. 50-50 പോകും. യെസ് ഉണ്ടോ അല്ല 50-50 ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ. അല്ല, ഫീൽഡ് ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ബട്ട് ഹീ സൂപ്പർ ഫിറ്റ്, എന്നെക്കാളും സൂപ്പർ ഫിറ്റ് ആണ്. ഓക്കെ, ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞപ്പം ഫുട്ബോൾ പ്ലെയർ ആയിട്ടാണ് ചെറുപ്പത്തിൽ തുടങ്ങിയത്. അതെ. അപ്പൊ ഫുട്ബോൾ പ്ലെയർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മെസ്സിയോ റൊണാൾഡോ? സീരിയസ്ലി റൊണാൾഡോ. വൈ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഉണ്ട്. കളി നോക്കുമ്പോഴോ? കളി എനിക്കൊന്നു മെസ്സി കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഗോഡ് ഗിഫ്റ്റഡ് ഒരു ആളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ റൊണാൾഡോ ഇസ് കംപ്ലീറ്റ്ലി ഓൺ ഹാർഡ് വർക്ക് കൊണ്ട് റൊണാൾഡോ ഫാൻ. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രത്യേക രീതിയിലുള്ള കോച്ചിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കോച്ച് ഖുറേഷി സാർ. എങ്ങനത്തെ കോച്ചിങ് ആയിരുന്നു കേരള ടീമിന് തവണ? സാറിൻ്റെ കോച്ചിൻ്റെ ഇത് പറയുവാണെങ്കിൽ ഈ സാർ മോട്ടിവേഷണൽ ഒരു കോച്ചാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ്. അപ്പം എൻ്റെ ഒരു വേറൊരു വേർഷനാണ്. അപ്പം ഉള്ളി കൊണ്ടുവന്ന ഇപ്പം നമുക്കിപ്പം ആ ഒരു റൺ അല്ലെ നമ്മുടെ 81 റൺ ലാസ്റ്റ് വിക്കറ്റിൽ ആ റൺ ലീഡ് കിട്ടിയ മാച്ചിലാണെങ്കിലും നമ്മൾ എൻ്റെ ഒക്കെ ഒരു ബിലീഫ് എന്ന് വെച്ചാൽ ഞാൻ സൽമാനോടും പറഞ്ഞൊരു കാര്യമാണ്, എടാ മാക്സിമം ആ ഒരു 81 എന്നുള്ള സാധനം കുറയ്ക്ക്, അതൊരു 50 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 30 റൺ അടിച്ചാലും തന്നെ നമുക്ക് കളിയിലോട്ട് തിരിച്ചു വരാം. കാരണം ഇതൊരു ലീഡ് ഗെയിം അല്ല. കാരണം ഇത് 5 ദിവസത്തെ ഗെയിം ആയതുകൊണ്ട് നമുക്ക് കളിയിലോട്ട് തിരിച്ചു വരാൻ സമയമുണ്ട്. നമ്മൾ ലീഗ് മാച്ചൊക്കെ 4 ദിവസത്തെ കളിയായിരുന്നു. അപ്പം ഞാനത് പറഞ്ഞത്. പക്ഷേ കോച്ച് വന്ന് നമുക്ക് ആ ഒരു നമ്മുടെ തലേദിവസം നമ്മുടെ ഒരു ഓസ്ട്രേലിയയുടെ മൈക്ക് ഹസിയുടെയും ഗില്ലസ്പിയുടെയും ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയായിട്ട്. അതൊരു ലാസ്റ്റ് വിക്കറ്റ് ഒരു വലിയൊരു ടോട്ടൽ ഇതുണ്ട്. അപ്പം നമ്മൾ അവിടെ കമ്പയർ ചെയ്തത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡറും ഒരു ബോളറുമാണ് ആ ക്രീസിലുള്ളത്. അപ്പോൾ നമ്മൾ ഹസീനെ കമ്പയർ ചെയ്തത് സൽമാനായിട്ടും, നമ്മുടെ മഗ്രാത്തിനെ ഗില്ലസ്പിയിലാട്ടോ
മഗ്രാത്തിനെ കമ്പയർ ചെയ്തത് ബേസിൽ തമ്പി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പ്, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷണൽ മോട്ടിവേഷണൽ വീഡിയോസ് നമ്മളെ കുറേ കാണിച്ച് നമ്മളെ ആ ഒരു പ്രചോദനം നമുക്ക് എല്ലാ ടീമിലും തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ച്. കാരണം അദ്ദേഹത്തിന് വലിയൊരു സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ടൂർണമെൻറ്റിൻ്റെ ഒരു 12 ദിവസം മുന്നെയാണ് അദ്ദേഹം നമ്മുടെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. 365 ഡേയ്സിൽ 250 ദിവസം ട്രാവലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മാച്ചസിന്റെ ഗെയിംസിന്റെ ട്രാവലിംഗിലായിരിക്കും. കേരള ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ, കേരള ടീമിന്റെ ക്യാപ്റ്റന്റെ ഒരു വർഷത്തെ സീസൺ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മെയിൻലി നമ്മൾ ഒക്ടോബറിലാണ് നമ്മുടെ മാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒക്ടോബർ, നവംബർ നമ്മൾ 3 ടൂർണമെൻറ്റാണ് നമ്മൾ കേരള ടീം കളിക്കുന്നത്. അപ്പോൾ ഒന്ന് രഞ്ജി ട്രോഫി, ഒന്ന് സെയ്ദ് മുസ്താഖ് അലി ട്രോഫി, ഒന്ന് വിജയ ഹസാരെ ട്രോഫി. അപ്പോൾ അതിനുശേഷം IPL. അപ്പോൾ നമ്മൾ ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ സീസൺ മാറും. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ്, ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷം IPL ശേഷം ഇപ്പം കേരള ക്രിക്കറ്റ് ലീഗ് വന്നപ്പോഴത്തേക്കും നമ്മൾ അത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ജൂൺ ജൂലൈയിലും ഞാൻ പിന്നെ ചെന്നൈ ലീഗും ഞാൻ കളിക്കുന്നുണ്ട്. അപ്പം എന്നുവെച്ചാൽ എല്ലാ മാസവും കളി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്ക് നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ എന്തെങ്കിലും നല്ലൊരു ഹോളിഡേ ഡെസ്റ്റിനേഷനിൽ പോകും. പക്ഷേ ത്രൂ ഔട്ട് നമ്മൾ എനിക്കൊന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ദിവസവും ക്രിക്കറ്റിന് വേണ്ടി തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് എനിക്ക് ഇഷ്ടവും. കാരണം ക്രിക്കറ്റായിട്ട് തന്നെ മുന്നോട്ട് പോയി, കാരണം കൂടുതൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജൂനിയർ സച്ചിൻ ബേബി ഭയങ്കര ബാറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവന് അടിപൊളിയായിട്ട് ഷോട്ട്സ് അടിക്കുന്നുണ്ട്. അതെ, കാരണം സ്റ്റീവ് എന്നാണ് പേര്. അപ്പം അതും ഈ ഒരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് സ്റ്റീവോടെ ഒരു ഇതിൽ ഇട്ട ഒരു പേരാണ്. അപ്പോൾ അതിൽ എൻ്റെ പേരുകൊണ്ട് സ്റ്റീവ് സച്ചിൻ എന്നുള്ള ഒരു ഇത് വന്നത്. അവന് ഞാൻ പറഞ്ഞ പോലെ ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ അവൻ ഫൈനലിൽ ഉണ്ടായിരുന്നു. അല്ല, നമ്മുടെ ആദ്യം മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും TV-യിൽ കാണുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറേ മത്സരത്തിൽ ഞാനിങ്ങനെ അതിൽ നമുക്ക് ഈ ഹൈയസ്റ്റ് റൺ കിട്ടുന്ന ക്യാപ്പ് ഉണ്ട്, ഓറഞ്ച് ക്യാപ്പ്. അപ്പോൾ ആദ്യം 150 അടിച്ചപ്പോഴത്തേക്ക് ആ ക്യാപ്പ് അവൻ കണ്ടു സംഭവം. അപ്പോൾ ഒന്ന് അച്ഛയ്ക്ക് എന്താ ഈ ക്യാപ്പ് കിട്ടാത്ത അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛ റൺ അടിച്ചില്ല അപ്പോൾ അതുകൊണ്ടാന്ന് പറഞ്ഞു. ഐ തിങ്ക് യു ഷുഡ് ഗെറ്റ് ഇറ്റ്. അവൻ പറയുകയാണ് ഐ ഷുഡ് യു ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 7 വയസ്സുണ്ട്. അപ്പോൾ ഐ തിങ്ക് യു ഷുഡ് ഗെറ്റ് ഇറ്റ് എന്നുള്ളത് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം അവൻ എല്ലാ ദിവസവും ചോദിക്കും വൈ ഡോണ്ട് യു ഗെറ്റ് ഓറഞ്ച് ക്യാപ്പ്. അപ്പോൾ ഞാനൊരു മാച്ച് നമ്മൾ 100 അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ക്യാപ്പ് കിട്ടി. അപ്പോൾ ഞാനത് എല്ലാവരും പറയണ്ടായി, ബിക്കോസ് ഹീ മോട്ടിവേറ്റഡ് മീ സോ മച്ച് ടു ഗെറ്റ് ദിസ് ക്യാപ്പ് എന്നൊക്കെ ഞാൻ ആ ഒരു നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് സെറിമണിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ മാച്ച് ഇങ്ങനെ ടഫായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെമി ഫൈനലിലെത്തി. അപ്പോൾ സെമി ഫൈനലായപ്പോൾ ഒരു 3 മാച്ച് മുന്നേ, ഫൈനലിൽ 3 മാച്ച് മുന്നേ അവനെത്തി, ട്രിവാൻഡ്രത്തെത്തി. നമ്മുടെ താമസം തുടങ്ങി. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ അറ്റ്മോസ്ഫിയറും എല്ലാമായിട്ട് അവൻ ഇണങ്ങിയപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, അപ്പം എല്ലാവരും അറിയുന്നുണ്ട് കപ്പ് വേണം എന്നിങ്ങനെ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ അവനും ഉണ്ട്. അപ്പം ശ്രീ ഉണ്ട് നമ്മുടെ ടീമിൻ്റെ കൂടെ ഒക്കെ പറയുമ്പോഴത്തേക്കും അവൻ കേൾക്കുന്നുണ്ട്. അപ്പം സെമി ഫൈനലായപ്പോഴത്തേക്കും അവൻ പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് എന്നെ ഒരു ടച്ച് ചെയ്തു. പറഞ്ഞു അച്ഛാ, it's okay if you don't get the orange cap, but we want the cup. We want the cup എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം ഇത്രയും പുള്ളിയുടെ വെച്ചാൽ സ്ട്രൈക്ക് ചെയ്തു ആ ഒരു കളി എന്നുള്ള കാര്യം. അപ്പോൾ ആ സമയത്ത് പിന്നെ സ്കൂളിലും പോകണ്ട, എനിക്ക് ഇവിടെ നിൽക്കണം, കളിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുശേഷം ആ ഒരു ഫൈനൽ വന്നു കഴിഞ്ഞ ശേഷം ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി അവന് പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി അവന് ബോൾ ഇട്ട് കൊടുക്കണം. അവൻ ആ ഒരു ഫൈനൽ മത്സരം എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു യൂട്യൂബിൽ ആ വീഡിയോസ് അത്രയും ഉണ്ടെങ്കിലും അതിലേക്ക് ഒരു ഹാഫ് വ്യൂസ്, എനിക്ക് അത്രയും വ്യൂസ് അവൻ കണ്ടിട്ടുണ്ട്. അത്രയും തവണ അവൻ അതിൽ ഓരോ കമൻട്രിയും ദാറ്റ്സ് ഫിനിഷ് ഫോർ കൊല്ലം മേരി സെയിലേഴ്സ് എന്നൊക്കെ പറയുന്നിട്ട് ആ ഇതുവരെ അവനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിക്കറ്റിലൊക്കെ ഭയങ്കര ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, ക്രിക്കറ്റ് ബ്ലഡിൽ കയറി. ബെസ്റ്റ് വിരാട് മൊമെന്റ് ചോദിച്ച സച്ചിൻ ബേബി ഏത് പറയും? ഒരുമിച്ചുള്ള എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു ഒരു കാര്യം പറയാം. ലൈക്ക് നമ്മൾ കൊൽക്കട്ടയിൽ കളിക്കുമ്പോഴത്തേക്കും ഞാൻ ആ മാച്ച് കളിക്കുന്നില്ല, പക്ഷേ ഞാൻ ആ വാസ് ദ 12th മാൻ. അപ്പോൾ ഫീൽഡ് ചെയ്തപ്പോഴത്തേക്കും വിരാട്ടിൻ്റെ കൈ ഇങ്ങനെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഈ വെബ് ഇവിടെ കട്ട് ചെയ്തിട്ട് ശരിക്കും ഇങ്ങനെ ഒരു സ്പ്രെഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ശരിക്കും കീറിപ്പോയി. എന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു 3-4 സ്റ്റിച്ചസ് ഉണ്ട് ആ കയ്യിൽ തന്നെ. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫിസിയോ, ഭയങ്കര എക്സ്പീരിയൻസ് ഫിസിയോ ആണ്. അപ്പോൾ ഡോക്ടറെ വിളിച്ച് അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി വന്നൊരു 100 അടി, ആ മാച്ച് തന്നെ പുള്ളി 100 അടിച്ചു. അപ്പം 100 അടിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറയണ്ടേ ഇങ്ങനെ ഈ ഒരു സംഭവം. അപ്പം അതൊക്കെ എനിക്കൊന്ന് ഇപ്പം ഞാൻ ചോദിക്കേണ്ടായി, ഇപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ ബാറ്റ് ചെയ്യുമോ? കാരണം നമ്മൾ സ്വയം ചോദിക്കേണ്ടായി. അപ്പം അതിനുശേഷം ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഉണ്ടായിട്ട് പോലും അടുത്ത ദിവസം രാവിലെ 10 മണി നമ്മൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും ഹീ ഈസ് ദേർ. അപ്പം വീണ്ടും ഞാൻ ചോദിക്കേണ്ട എന്താണ് ഈ ഒരു ഇങ്ങനെ ചെയ്യുമോ? എന്നോട് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം സച്ചിനാണ് ഈ സിറ്റുവേഷനെങ്കിൽ അടുത്ത ദിവസം ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുമോ അതോ ചെയ്യുന്ന കാര്യം. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ആ ഒരു കാര്യം. അപ്പം അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് നമ്മളെ ബോധ്യപ്പെട്ട് ഒരു വലിയൊരു മോട്ടിവേഷൻ അതിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട്. വിരാട് കോഹ്ലി പോലെ തന്നെ ശ്രീശാന്ത് ഭായ് ഒരുപാട്
Yes. റാപ്പുള്ള മനുഷ്യനാണ് നിങ്ങളായിട്ട്. ശ്രീശാന്തും സച്ചിൻ ബേബി നമ്മള് റാപ്പോ ഇത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടായത്? പ്രീവിയസ് ക്യാപ്റ്റൻ അന്ന് തുടങ്ങിയ ബന്ധമാണോ? പിന്നെ കാരണം ശ്രീ ആദ്യം ഒരു ക്രിക്കറ്റ് ഫാൻ പോലെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇതാണ്, ഒരു റിലേഷനാണ്. അതിനുശേഷം എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റനായിരുന്നു. ഞാൻ രഞ്ജി ട്രോഫിയിൽ 2009 ഡെബ്യൂ ചെയ്യുമ്പോഴത്തേക്കും ശ്രീ ആയിരുന്നു ക്യാപ്റ്റൻ. അപ്പം ഞാൻ അണ്ടർ 22 ഞാനൊരു 227 നോട്ട് ഔട്ട് അടിച്ചിട്ടാണ് ഞാൻ രഞ്ജി ട്രോഫിയിലോട്ട് വരുന്നത്. അപ്പം എന്നെ ഫസ്റ്റ് വിളിച്ച ഒരു പ്ലെയറാണ് ശ്രീ. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വെൽ ഡൺ, വെൽക്കം ടു ദ ടീം എന്ന് ശ്രീ എന്ന് സെലക്ടേഴ്സ് പറഞ്ഞ ശേഷം വിളിക്കുകയുണ്ടായി. അപ്പം അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ ഏറ്റവും ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു മെൻഡർ എന്നുള്ളൊരു, അത് എല്ലാ പ്ലേയേഴ്സിനും ആ ഒരു മെൻഡർഷിപ്പ് വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജേർണിയിൽ പോയി അച്ചീവ് ചെയ്തൊരു പ്ലെയറാണ് ശ്രീ. അപ്പോൾ ശ്രീക്ക് അറിയാം അവിടെ ആ ഒരു സമയത്ത് പോയിട്ട് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് വേണ്ടത് എത്തിച്ചേരാന്നുള്ള കാര്യം. ഇപ്പം വിരാട്ട് പോലെ തന്നെ എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരാളുകൂടെയാണ് ശ്രീ. കാരണം ശ്രീ ഈ വർക്ക് എത്തിക്സൊക്കെ ആണെങ്കിൽ ശ്രീനെ നമ്മൾ കണ്ടുപഠിക്കണം. അപ്പം നമ്മൾ ശ്രീയുടെ ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ശ്രീ ഇത് ക്രിക്കറ്റിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഞാനായിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശ്രീനെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ക്യാപ്റ്റനെ നമുക്കറിയാം. ഇപ്പോൾ ശ്രീ പറയാണ് കുട്ടാ ഞാനൊരു 4 ഓവർ എറിയാം. സാധാരണ ഒരു 3 ഓവർ അല്ലെങ്കിൽ 5 ഓവറൊക്കെയാണ് ആദ്യത്തെ ഒരു സ്പെല്ലിൽ നമ്മൾ എറിയേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രീയുടെ എന്താണോ ശ്രീക്ക് വേണ്ടത്, നമ്മൾ ശ്രീനെ കംഫർട്ടാക്കണം, ശ്രീൻ്റെ ബെസ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ചെയ്ത്, കാരണം ആ ഒരു സമയത്താണെങ്കിലും ശ്രീ കളിക്കാത്ത സമയത്താണെങ്കിലും നമ്മൾ ഒരുമിച്ച് നെറ്റ്സ് ചെയ്യും. നമുക്ക് ഇറാനി കപ്പ് നമുക്ക് അടിക്കണം, നമുക്ക് ഇറാനി കപ്പ് നമുക്ക് നന്നായിട്ട് ബാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രഞ്ജി ട്രോഫി കപ്പ് അടിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ ശ്രീ ഇപ്പം 36ാമത്തെ വയസ്സില്ലെങ്കിൽ ആ പ്രശ്നം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പം 31 വയസ്സുള്ള ഞാൻ ആ സമയത്ത് എന്താണ് എൻ്റെ തിങ്കിങ്, കാരണം ഞാൻ പറയണ തിങ്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം 36ാം വയസ്സിൽ പുള്ളിക്ക് തിരിച്ചു വരാനുള്ള ഒരു ഊർജ്ജം അദ്ദേഹത്തിനുണ്ടെങ്കിൽ എന്തുകൊണ്ട് 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എനിക്ക് തോന്നിക്കൂടാ. അപ്പം അതൊക്കെ എന്നെ കുറേ ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരാളെ അടുത്ത് കണ്ട് ഇടപെടുമ്പോഴാണ് അദ്ദേഹത്തിന് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, വാട്ട് ഈസ് ബിൽഡ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് നമ്മൾ ശ്രീയും വിരാട്ടൊക്കെ സെയിം ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്, ഹൂ നെവർ ഗീവ്സ് അപ്പ് എന്നുള്ള കാര്യം. കൊല്ലം കപ്പ് നേടി കഴിഞ്ഞിട്ട് ഒരു ലാലേട്ടൻ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ലാലേട്ടനോട് ഒരു കിടിലം ഫാൻ മൂവ്മെന്റ് ഫോട്ടോ വന്നിട്ടുണ്ട്. എത്ര വലിയ ലാലേട്ടൻ ഫാനാണ്? ലാലേട്ടൻ ഞാൻ പറയില്ല, അത് സ്റ്റാർട്ട് ചെയ്തത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അത് ഇൻസിഡൻറ്റ് നമ്മളൊരു ഓസ്ട്രേലിയൻ ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയൻ ടൂർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1.5 മാസം നമ്മൾ ആ ഒരു സ്ഥലത്ത് എനിക്കൊന്നും അവിടെ നമ്മുടെ യോധ സിനിമയുടെ ഒരു CD നമുക്ക് കിട്ടി. അപ്പോൾ യോധ സിനിമ നമ്മളവിടെ എനിക്ക് അവിടെ തന്നെ ഒരു 10-15 തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് സിംഗപ്പൂർ എയർപോർട്ടിൽ നോക്കിയപ്പോഴത്തേ അവിടെ ലാലേട്ടൻ. അപ്പോൾ അന്നൊക്കെ ഞാൻ മമ്മൂക്ക ഫാനാണ്. നമ്മൾ എറണാകുളം, ഇടുക്കി അവരൊക്കെ മമ്മൂക്ക ഇതും, സൗത്ത് ആൾക്കാരൊക്കെ മോഹൻലാൽ ഫാൻസും ആണ്. അവിടെ ഒരു ഫൈറ്റ് നമ്മൾ ഉണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാ ടീമിൻ്റെ ഇടയിലുണ്ട് അന്ന് ആ ഒരു ചെറുപ്പകാലത്ത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ലാലേട്ടനെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ആ സൗണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെ പോയിട്ട് വരുവാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സിനിമയെ കണ്ട സെയിം ഇതാകുമ്പോഴത്തേക്കും പയ്യെ ഇതായിട്ട് ഒരു ആരാധന എന്ന് വന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ മമ്മൂക്ക ഫാൻസിൻ്റെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൽ നമ്മൾ തിരിച്ച് ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, ഭയങ്കര ടർബുലൻസ് സിംഗപ്പൂർ ടു കൊച്ചി. അപ്പോൾ ലാലേട്ടനും ആ ഫ്ലൈറ്റിലുണ്ട്. അപ്പം ഒരു മോഹൻലാൽ ഫാൻ പറയാണ് മരിക്കുവാണെങ്കിൽ മരിക്കട്ടാ, ലാലേട്ടനോട് മരിച്ചു നല്ല പേരായില്ല എന്നുള്ളത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ലാലേട്ടൻ്റെ ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ 100 അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ലാലേട്ടൻ്റെ ഒരു സ്റ്റൈൽ ഞാനിങ്ങനെ കാണിക്കും. അപ്പം ആദ്യം കാണിച്ചു. അപ്പോൾ എനിക്ക് ഒരു 2 സീസണിലായിട്ട് ഞാനൊരു 6 സെഞ്ചുറി ഇങ്ങനെ അടിച്ചു. അപ്പോൾ അതൊരു ലക്കായിട്ട് ഞാൻ എടുത്ത് എല്ലാ സമയത്തും കാണിക്കും. അപ്പോൾ ഞാൻ ഈ കേരള ക്രിക്കറ്റ് സമയത്ത് നമ്മൾ ബ്രാൻഡ് അംബാസിഡർ ആയി. അപ്പോൾ എനിക്ക് സന്തോഷം കൂടി, വീണ്ടും കാണാൻ പറ്റുമല്ലോ അടുത്ത്. അപ്പോൾ ഞാൻ നമ്മുടെ ലോഞ്ച് സമയത്ത് ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ കൂടെ കാണിച്ചു. ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്, ഇങ്ങനെ കാണിച്ചപ്പോൾ ലാലേട്ടൻ്റെ കുഞ്ഞു കുട്ടിയെ പോലെ ഇങ്ങനെ ചിരിക്കണമെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടി എങ്ങനെയാണ് ചിരിക്കണത് അതുപോലെയാണ്. പഴയ ഫോട്ടോ പഴയല്ല വെച്ചാൽ നമ്മൾ ഇപ്പം കഴിഞ്ഞ റീസെന്റ് ആയിട്ട് ഞാൻ 100 അടിച്ചപ്പോഴത്തേക്കും ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചപ്പോഴത്തേക്കും ലാലേട്ടൻ്റെ കുഞ്ഞു കുട്ടീനെ പോലെ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഇതുണ്ടായി. പിന്നെ ഫൈനലിൽ ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാനത് ആ ഒരു 100 അടിക്കാൻ പറ്റി. അപ്പോഴും ഞാനിത് ലാലേട്ടനെ കാണിച്ചപ്പോഴത്തേക്കും ലാലേട്ടന് വന്ന് ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷം പ്രകടിപ്പിച്ചു. ഇപ്പം കഴിഞ്ഞ ദിവസവും നമ്മൾ 2 ദിവസം മുന്നേ ലാലേട്ടൻ ഇങ്ങനെ നമ്മുടെ സൺലേട്ടൻ്റെ കൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടനും പറഞ്ഞു ഇങ്ങനെ മോനെ വെൽഡൻ നമ്മൾ കളിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനും ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. സച്ചിൻ ബേബിയുടെ സെലിബ്രേഷൻ
ലാലേട്ടനാണ്. IPL കാണാൻ പറ്റും ലാലേട്ടന് എനിക്കൊരു സമർപ്പിക്കുന്നുണ്ട്. ഞാനൊരു 50 അടിച്ചാൽ പോലും, ഞാൻ 100 അടിക്കുമ്പോഴാണ് അത് കാണിക്കാറില്ല, പക്ഷെ ഒരു 50 അടിച്ചിട്ട് എനിക്ക് കാണിക്കണമെന്നുണ്ട്. വൈറലാവും. ഓക്കെ, നമ്മള് ഇപ്പൊ വൈറലായ ഒരു സംഭവമുണ്ട്, ഹെൽമെറ്റിൽ തട്ടി തിരിച്ചു വരുന്ന ഐക്കോണിക് ക്യാച്ച്. അതിന് കമന്ററി പറയാൻ പറഞ്ഞ സച്ചിൻ ബേബി പറയോ? അയ്യോ, അതൊരു എന്താ പറയണമെന്നുള്ള ഇതാണ്. പക്ഷെ ഞാൻ ഇതിൽ കമന്ററി അല്ല, പക്ഷെ എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സ് ഞാൻ പറയാം. ഞാൻ ആ ബോൾ കൊണ്ട് പൊങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ ക്രിക്കറ്റിലൊരു നിയമമുണ്ട്, അത് 2017 വരെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ 2016 ഈ ഒരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അമ്പയർ ഡെഡ് ബോൾ വിളിക്കും. അപ്പം ആ ഒരു റൂള് മാറിയെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ആ കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ്, കാരണം വേറെ ഓപ്പർച്യൂണിറ്റീസ് വേറെ വരാനില്ല. കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാച്ച് പൊങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ അതായിരുന്നു, ഇനി ഡെഡ് ബോൾ ആയിരിക്കുമോ, അങ്ങനത്തെ സംഭവം ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള മനസ്സായിരുന്നു. പിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും ഓടുന്നുണ്ട്, എന്നാൽ ഞാനും ഓടാം എന്നുള്ള രീതിയിലാണ് സംഭവം ചെയ്തത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പയർ അപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഔട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കമന്ററി പറയാം. അയ്യോ, സൽമാൻ ഹെൽമെറ്റിൽ നിന്നും ഭാഗ്യമെന്ന് പറയട്ടെ, ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കയ്യിൽ തന്നെയാണ് പന്ത് വന്നിരിക്കുന്നത്. നോക്കുക ആഹ്ലാദം, എന്താണ് നടക്കുന്നത് അറിയാൻ സാധിക്കുന്നില്ല. കേരള ക്രിക്കറ്റ് താരങ്ങൾ നോക്കുക, കേരള ക്രിക്കറ്റിന്റെ ആ എംബ്ലത്തിൽ തന്നെ. സൂപ്പർ, പൊളി. സാധാരണ നമ്മള് അച്ഛൻ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടാക്കി, ചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടാക്കി, ഇങ്ങനെയൊക്കെയാണ് കഥകൾ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ കേൾക്കുന്നത്. സച്ചിൻ ബേബിയുടെ അമ്മയാണ് ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടാക്കുന്നത്. അപ്പൊ അമ്മയ്ക്കാണ് നമ്മൾ കൈയടിക്കേണ്ടത്. അതെ, കാരണം അമ്മ ഭയങ്കര ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നൊരു ഒരാളായിരുന്നു. അമ്മ ചെറുപ്പം മുതൽ തന്നെ കളി കാണുന്നതും, അമ്മയുടെ ബ്രദറും അങ്കിളും കളി കാണുന്ന ഒരു ആളായിരുന്നു. അപ്പം അങ്ങനെയാണ് അമ്മയുടെ അങ്കിളാണ്, അമ്മയുടെ ബ്രദറാണ് കളി പഠിപ്പിച്ചത്, അമ്മേനെയും കളി പഠിപ്പിച്ചത്. അപ്പം അങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് ഒരു ഇഷ്ടം തോന്നിയത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇഷ്ടം ഫുട്ബോളായിരുന്നു. ഞാൻ ആദ്യം സ്കൂൾ ടീമിലൊക്കെ ഫുട്ബോൾ നന്നായിട്ട് കളിക്കുമായിരുന്നു, ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ആ സമയത്തും. പിന്നെ ഞാൻ ഫുട്ബോളിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തൊടുപുഴയിൽ ഇവരുടെ തൊടുപുഴ ഫുട്ബോൾ അസോസിയേഷനിലൊക്കെ പോയി ഞാൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ നമ്മൾ ക്രിക്കറ്റിൽ ഒരു സെലക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പേപ്പറിൽ കാണുന്നതും. കാരണം ഞാൻ അടിമാലിലായിരുന്നു ആ സമയത്ത്. തൊടുപുഴ വന്ന് നമ്മൾ ഈ സെഷൻ ട്രയൽസിൽ പങ്കെടുത്ത് നമ്മുടെ ഞാൻ വിശ്വവിദ്യ പബ്ലിക് സ്കൂളിലാണ് അന്ന് പഠിച്ചത്. അപ്പോൾ നമ്മുടെ സ്കൂളിലുള്ള ഒരു 2-3 പ്ലേയേഴ്സും പിന്നെ എൻ്റെ ഒരു കസിൻ അരുൺ എന്ന് പറഞ്ഞ കസിനും നമ്മളെല്ലാം കൂടെയാണ് ഒരു ബസ്സിൽ, രാവിലത്തെ ആ ബസ്സിൻ്റെ പേര് മറന്നത്, ആ ബസ്സിൽ കയറിയിട്ടാണ് നമ്മളെപ്പോഴും അവിടെ ക്യാമ്പിന് പോയത്. അപ്പം എനിക്കും എൻ്റെ ഒരു പിന്നെ നമ്മൾ അവിടെ അത്രയും വന്നതാണല്ലോ, നമ്മൾ അതുവരെ കളിച്ചത് ടെന്നീസ് ബോളും ഇതൊക്കെയാണ്. കാരണം നമ്മൾ അവിടെ സെലക്ഷൻ ട്രയൽസിന് മുമ്പ് അവിടെ ഒരു മാറ്റ് ഇട്ടിട്ട് മാറ്റിൽ നിന്ന് സ്റ്റിച്ച് ബോൾട്ട് അന്ന് നമ്മൾ ആദ്യമായിട്ട് കളിക്കുകയാണ്. അപ്പം നമുക്ക് ബാറ്റില്ല. അപ്പം നമ്മൾ കണ്ട അവിടെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നമ്മൾ കടം മേടിച്ചിട്ടാണ് നമ്മൾ അന്ന് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒന്നും അടിക്കാൻ പറ്റുന്നില്ല, കാരണം അതിൽ മാറ്റിൽ കുറച്ച് ബൗൺസ് കൂടുതലുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഹെൽമെറ്റ് ഇടുന്നു, അപ്പോൾ നമുക്കൊരു അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഈ ഒരാൾ അടിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ ഞാനൊരു ഡൈവ് ചെയ്തൊരു ക്യാച്ച് എടുത്തു. ആ ക്യാച്ചിലാണ് എനിക്ക് അതിൽ സെലക്ഷൻ കിട്ടുന്നത്. പിന്നെ നമ്മൾ ബാക്കി എല്ലാവരും നമ്മൾ അത്രയും ദൂരം നിന്ന് വന്നാണല്ലോ, അപ്പോൾ ഒരു ക്യാമ്പ് ഇടാന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് 10-30 പേരുടെ ക്യാമ്പ് ഇട്ടെല്ലാണ് നമ്മുടെ 4-5 പേര് ഇപ്പം നമ്മുടെ അവരൊക്കെ ഇപ്പം വേറെ ഇതിൽ മേഖലയിലാണ്, പക്ഷെ എന്നാലും അവർക്കൊക്കെ സെലക്ഷൻ കിട്ടിയത്. ഡൈവിംഗ് ക്യാച്ചോടുകൂടിയാണ് ക്രിക്കറ്റിലേക്ക്. അതെ, സത്യം. ഓക്കെ, അമ്മയുടെ ക്രിക്കറ്റ് ലവ് സ്റ്റോറീസ് എന്തൊക്കെയാണ്? ക്രിക്കറ്റ് അങ്ങനെ ഇരുന്ന് കാണുന്ന ആളായിരുന്നോ? സച്ചിന് ഇഷ്ടമായിരുന്നോ? അതെ, ചില അമ്മ എപ്പോഴും എന്നോട് പറയുന്നുണ്ട്. കാരണം അമ്മ എന്നെ ക്യാരിങ് ആയിരുന്നപ്പോഴും അമ്മ കളി കാണുമായിരുന്നു കൂടുതലായിട്ടും. അപ്പം അത് നമ്മൾ എല്ലാവരും പറയുന്നതും കേട്ടിട്ടുണ്ട്, എന്താണോ നമ്മൾ ആ സമയത്ത് കൂടുതലായിട്ട് കാണുന്നത് അത് മക്കൾക്ക് വലിയൊരു പ്രയോജനമാവുമെന്ന് ഇങ്ങനെ പലയിടത്തും ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ രീതിയിൽ ശരിക്കും ഒരു ബെസ്റ്റ് ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ കളി കാണുമ്പോഴേ ആയിക്കോട്ടെ, ഞാനിങ്ങനെ കളി കാണുമ്പോഴത്തേക്കും അതിൻ്റെ കമൻട്രിയും സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഉള്ളിലിരുന്നിങ്ങനെ ചവിട്ടുന്നു അല്ലെങ്കിൽ കിക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആ ഒരു സമയത്ത് അമ്മ എപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അതുകൊണ്ടുള്ളൊക്കെ ഇതുകൊണ്ടായിരിക്കും, ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും ഞാനും ഫുട്ബോളിൽ പോകേണ്ട ഞാൻ ക്രിക്കറ്റിലോട്ട് വന്നും ഇത്രയും എനിക്ക് ബൈ ഗോഡ് ബ്ലെസ് എന്തൊക്കെ ഞാൻ അച്ചീവ് ചെയ്തോ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഒരു ഇമാജിനറി സിറ്റുവേഷൻ പറയാം, ഇങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പറയണം. ഓക്കെ, ഒരു ദിവസം BCCI പ്രസിഡന്റ് ആവാനുള്ള പവർ കിട്ടിയാൽ മാച്ച് ഫീസ് എന്തായാലും കൂട്ടും എല്ലാ പ്ലേയേഴ്സിൻ്റെയും, ശമ്പളം കൂട്ടും.
ശമ്പളം കൂട്ടും, എല്ലാവരുടെയും ശമ്പളം നമ്മൾ ഇതാക്കും. കാരണം പക്ഷെ ഇപ്പം ഓരോ കാറ്റഗറി ഉണ്ടല്ലോ, യെസ്, ഏത് കാറ്റഗറിയിലും കൂട്ടും, എല്ലാത്തിലും കൂട്ടും, എല്ലാത്തിലും കാരണം എല്ലാവരും നന്നായിട്ട് വരണം. അപ്പം അത് കൂട്ടും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പക്ഷേ മോസ്റ്റ് ഹയസ്റ്റ് പെയ്ഡ് ഗെയിമാണ് ക്രിക്കറ്റ്. അതെ, അല്ല സ്റ്റിൽ നമുക്ക് ഡൊമസ്റ്റിക്കിൽ യെസ് ഇതൊരു സംഭവം തന്നെയാണ്. സ്റ്റിൽ വി ആർ ഗെറ്റിംഗ് ഗുഡ് മണി. പക്ഷെ അത് നമ്മളല്ലേ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ടിന് നമുക്ക് ഇനി നമുക്ക് കിട്ടാം എന്നുള്ള രീതിയിൽ. സോ ഈ വർഷം ഒക്കെ എന്തോ കൂട്ടും എന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഒരു കൂട്ടിയില്ല. അപ്പോൾ ആ BCG പവർ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് അതങ്ങോട്ട് കൂട്ടും. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഇപ്പം പേ എങ്ങനെയാണ് ശരിക്കും? ഡൊമസ്റ്റിക്കിൽ കാറ്റഗറി അനുസരിച്ചാണ്. കാറ്റഗറി ലൈക്ക് ഇപ്പം നമ്മൾ ഇഫ് യു ആർ എ ഡെബ്യൂ പ്ലെയർ 40, 50, 60 ആ ഒരു സ്ലാബാണ്. ഇഫ് യു പ്ലേ മോർ ദാൻ 60 ഗെയിംസ് നമ്മൾ കളിക്കുവാണെങ്കിൽ 60 സ്ലാബിൽ വരും പെർ ഡേ. 40 to 60 ഇടയിലാണെങ്കിൽ 50,000, 40 അടിയിലാണെങ്കിൽ 40,000 പെർ ഡേ. അപ്പോൾ അതിൽ നിങ്ങൾ മാച്ച് കളിച്ചില്ലെങ്കിൽ നേരെ ഹാഫ് നല്ല സംഭവം. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോയാലും ക്രിക്കറ്റ് കളിക്കാൻ പോയാലും എടാ എന്തിനാ ഇതിനൊക്കെ നടക്കുന്നതെന്ന്, വേറെ പണിയില്ലെന്ന് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് മാറി ലീഗ്സ് വന്നു, ISL വന്നു, IPL വന്നു കഴിഞ്ഞപ്പം ഇപ്പം പേരൻസ് തന്നെ കുട്ടികളെ ഇത് പഠിക്കാൻ കൊണ്ട് വിടാൻ തുടങ്ങി. അങ്ങനത്തെ കാലം വന്നു. ഇപ്പം കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്നാണ് IPL-ലേക്ക് വീണ്ടും വാതിൽ തുറന്നതെന്ന് സച്ചിൻ ബേബി പറഞ്ഞു. ഇപ്പം കേരളത്തിലെ ക്രിക്കറ്റ് മാറി, ഫുട്ബോൾ മാറി. അപ്പോൾ അപ്കമ്മിങ് പ്ലെയേഴ്സിനോട് അല്ലെ വരാൻ ആഗ്രഹിക്കുന്നവരോട് സച്ചിൻ ബേബിക്ക് എന്താ പറയാനുള്ളത്? സ്പോർട്സ് എന്ന് പറയുന്നത് വലിയൊരു വേൾഡാണ്. കാരണം നമുക്ക് നിങ്ങളിപ്പം ഒരു സാലറി ജോബാണെങ്കിൽ പോലും, എന്തൊരു ജോബാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഇഫ് യു ആർ ഗുഡ്, ഇഫ് യു ആർ റിയലി ഗുഡ്, അത്രയും പാഷനേറ്റ് ആണെങ്കിൽ യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി. യെസ്, അതൊരു മണി ഫാക്ടർ തന്നെയാണ്. ബട്ട് നമ്മൾ മോർ ദാൻ മണി ഈസ് എ പാഷൻ. കാരണം എല്ലാവരും ഈ ഗെയിമോട്ട് വരുന്നത് പാഷൻ കൊണ്ട് ആണ്. ഇപ്പം ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, എല്ലാവരും. അപ്പം എല്ലാവർക്കും ആ ഒരു കഴിവ് കിട്ടുന്നില്ല. അപ്പോൾ ചിലവർക്ക് ഡോക്ടർ പഠിക്കുന്ന ഒരാൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു ഫീൽഡായിരിക്കും. ഇപ്പം സിനിമ ആയിക്കോട്ടെ, എല്ലാ ആൾക്കാരായിക്കോട്ടെ. അപ്പോൾ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഐ ബിലീവ് ഒരു ഗോഡ് ഗിഫ്റ്റഡ് ടാലൻ്റ് ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ പണി നോക്കിക്കൂടെ എന്ന രീതിയിൽ ബേസിൽ തമ്പി ഗൾഫിൽ പോകുന്നതാണ്. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ബേസിൽ തമ്പി ആയിക്കോട്ടെ, ഈവൻ ആസിഫ് ആയിക്കോട്ടെ, അവരെ കളി നിർത്തി ദുബായി പോയേണ്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ അതൊക്കെ മാറ്റി അവർക്ക് തിരിച്ചു വന്ന് അതാ പറഞ്ഞാൽ നമ്മൾ ദൈവം ഒരാൾക്ക് വിധിച്ചിട്ടുണ്ട് ഇതേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് തിരിച്ച് വരാൻ തോന്നിയതും അവിടെ വന്ന് കളിച്ചതും ഇപ്പം എന്തൊക്കെ അച്ചീവ് ചെയ്തു അതൊക്കെ കിട്ടിയതും. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ജേർണി ഉണ്ട്. അപ്പോൾ ആ ജേർണി കൂടെ പോയിട്ട് വേണം സംഭവം കിട്ടാൻ. പണ്ടൊക്കെ നമ്മൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ നമ്മൾ ഈ KSRTC ബസ്സിലാണ് നമ്മൾ ഈ പാലക്കാടും, നമ്മൾ സെൻട്രൽ സോൺ ആയതുകൊണ്ട് നമ്മുടെ മാച്ചസ് കൂടുതലും പാലക്കാട്, തൃശ്ശൂരൊക്കെ ആയിരുന്നു. കിറ്റായിട്ട് പോകുമ്പോൾ നമ്മുടെ ബാഗ് കുറച്ച് വലിയ ബാഗാണല്ലോ. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും 15 പേര് ഒരു ഇതിൽ കയറുമ്പോഴത്തേക്കും അത് ചോദിക്കും, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, നിങ്ങൾക്ക് എന്താണ് ഈ സാധനം പിടിച്ചുകൊണ്ട് നടക്കുന്നത്, എന്തിനാണെന്നൊക്കെ ചോദിച്ച് ആൾക്കാർ നമ്മളെ ഈ കണ്ടക്ടർമാർക്ക് നമ്മളെ ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ രാത്രിയാകുമ്പോൾ ആൾക്കാരില്ല. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ രാത്രിയാണ് നമ്മുടെ യാത്രയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ അതാവും നമ്മളിങ്ങനെ കിഡ് ബാഗിലൊക്കെ കടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ചോദിക്കണമായിരുന്നു. പക്ഷെ ഇപ്പം ആൾക്കാർ കുറേ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് ആൾക്കാർ നിങ്ങൾ സ്പോർട്സ് ടേക്കപ്പ് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന അവയർനെസ് അത് കൂടുന്നുണ്ട്. കാരണം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും നമ്മളൊരു ഗീവ് അപ്പ് നമ്മൾ ചെയ്യത്തില്ല. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു മിത്ത് ആണോന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് സൗത്തിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ ടീമിലേക്ക് കയറാൻ ഭയങ്കര പാടാണ്. അത് ആസ് എ കേരള ക്രിക്കറ്റ് ക്യാപ്റ്റൻ ശരിയാണോ, അത് മിത്താണോ, എന്താണ്? ഞാനതിലൊട്ടും ബിലീവ് ചെയ്യുന്നില്ല. കാരണം ഐ ബിലീവ് ഇൻ പെർഫോമൻസ്. ആ പെർഫോമൻസ് തന്നെയാണ് നമ്മളെ ടേക്കപ്പോൾ. എനിവേർ ഇപ്പം നിങ്ങൾ നോർത്തിൽ നിന്നായിക്കോട്ടെ, ഇപ്പം വെസ്റ്റിൽ നിന്നായിക്കോട്ടെ, ഈസ്റ്റിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്നായിക്കോട്ടെ, വിത്തൗട്ട് പെർഫോമൻസ് ഒരു പ്ലെയറിനും കളിക്കാൻ പറ്റില്ല. യെസ്, നമുക്ക് പറയുവാണെങ്കിൽ സപ്പോർട്ട് വെരി മച്ച് നീഡഡാണ്. നമുക്ക് അത് ആ സപ്പോർട്ട് ചുമ്മാ വരത്തില്ല, വിത്ത് പെർഫോമൻസ് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഞാനിപ്പോൾ എൻ്റെ പ്ലേയേഴ്സിനോടും ഇപ്പം പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് IPL കളിച്ചപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വർഷം ഉണ്ടായിരുന്നത് നമ്മുടെ 8 പ്ലേയേഴ്സാണ്. ആ വർഷം നമ്മൾ വൈറ്റ് ബോൾ T20 വൈറ്റ് ബോളിലും വിജയസാരിലും നമ്മൾ സെമി ഫൈനൽ കളിച്ചു ആ വർഷം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ 8 പേര് ഡിഫറെൻറ്റ് ടീമിൽ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് നമ്മൾ ആ സെമി ഫൈനലല്ലാതെ നമ്മൾ എല്ലാ തവണയും ക്വാർട്ടർ ഫൈനൽ കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നമ്മൾ ഔട്ടാവുകയാണ്. അപ്പം ഈ സെലക്ടേഴ്സൊക്കെ കാണുന്നത് അവർക്കൊരു മെയിൻ സെലക്ഷനായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനലൊക്കെയാണ് അവർ
പ്രസൻ്റ് ആയിട്ട് അവരൊരു 3-4 പേരൊക്കെ വന്ന് ഒരുമിച്ച് കാണുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇപ്പം ടൂർണമെൻറ്റ് നടക്കുന്ന ഹൈദരാബാദിലാണെങ്കിൽ അവിടെ 3 ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഒരു 7 ടീമുണ്ട്, അവിടെ ഒരു സെലക്ടർ വന്നിട്ട് കളി കാണും. ഈ ക്വാർട്ടർ ഫൈനൽ തൊട്ടാണ് എല്ലാ സെലക്ടേഴ്സും വന്ന് ഒരുമിച്ചിരുന്ന് കളി കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ചും കൂടെ ഇതാണ്. അപ്പം ഇപ്പം ഈ വർഷം നമ്മുടെ IPL 4 പേരാണ് നമുക്ക് ഉള്ളത്. ഞാൻ, വിഷ്ണു, സഞ്ജു, പിന്നെ വിഘ്നേഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനും. നമുക്ക് ഈ IPL കളിക്കേണ്ട കുറേ താരങ്ങൾ നമ്മുടെ ടീമിൽ ഇപ്പോഴും ഉണ്ട്. മുഹമ്മദ് അസുദ്ദീൻ, സൽമാൻ, റോഹൻ, നിതീഷ്, ബേസിൽ തമ്പി, ബേസിൽ NP, ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ കുറേ താരങ്ങൾ നമ്മുടെ ടീമിൽ ഇനിയും അവിടെ ഉണ്ട്. അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് നമ്മൾ അടിക്കണം. ഇപ്പോൾ നമ്മൾ ഫൈനലിലെത്തി, ഇപ്പോൾ നമ്മുടെ കിട്ടിയ എല്ലാ കളിച്ച പ്ലേയേഴ്സിനും ഒരു വലിയൊരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ എല്ലാ തവണയും നമ്മളിങ്ങനെ കപ്പടിച്ചു, ഫൈനലിൽ കളിച്ചു, കപ്പടിച്ചുകൊണ്ടിരുന്നാൽ കപ്പടിക്കുന്ന ടീമാവണം നമ്മൾ കപ്പടിക്കുന്ന ടീമാകുമ്പോഴത്തേക്കാണ് കൂടുതൽ പ്ലേയേഴ്സ് ഇതിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എല്ലാവർക്കും പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫൈനലിൽ കളിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള ടീമിൽ നിന്ന് കൂടുതൽ പ്ലേയേഴ്സും നമ്മുടെ ഇവിടെ നിന്നൊക്കെ 1-2 പ്ലേയേഴ്സും നമുക്ക് ടീമിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം കപ്പടിക്കാൻ പറ്റട്ടെ. ഹിസ്റ്റോറിക് മൊമെൻ്റ് ആയിരുന്നു. 75 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫൈനലിൽ എത്തിയത്, റണ്ണേഴ്സ് അപ്പ് ആയത്. പക്ഷെ അടുത്ത കൊല്ലം നമ്മൾ ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. സച്ചിൻ ബേബി പറഞ്ഞ പോലെ തീർച്ചയായും ഇതൊരു അടിപൊളി സീസൺ ആവട്ടെ സച്ചിൻ ബേബിക്ക്. IPL-ലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സച്ചിൻ ബേബി. താങ്ക് യു.